ഹായ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കസിൻസ് ആൻഡ് കല്യാണംസിൻ്റെ റിവ്യൂ ആണ്. സോ ഇതിൻ്റെ റിവ്യൂ ഞാൻ ആക്ച്വലി നേരത്തെ ഇട്ടതാണ്. ലൈക്ക് 4 എപ്പിസോഡ് വെച്ചാണ് എല്ലാ ആഴ്ചയും ഇത് വരുന്നത്. സോ ഈ ജിയോ ഹോട്ട്സ്റ്റാറിൽ വന്നപ്പോൾ ഞാൻ കൊള്ളാലോ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചുമ്മാ വെച്ച് നോക്കി. എന്നിട്ട് ഞാൻ അതിൻ്റെ റിവ്യൂ ഇട്ടപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് എല്ലാം പറഞ്ഞ്, പക്ഷേ ഞാൻ അതിന് ശേഷം ഇനി ഇത് കാണില്ല എന്നാണ് ഞാൻ തീരുമാനിച്ചത്. പക്ഷേ ഈ വീഡിയോ ഇട്ടപ്പോൾ ഇതിന് എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഈ വീഡിയോയിലാണ് വന്നത്. ലൈക്ക് 1K വ്യൂസ് കഴിഞ്ഞ്. 1K വ്യൂസ് എന്ന് പറയുമ്പോൾ ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ലാസ്റ്റ് ഇട്ട വീഡിയോനൊക്കെ 2 വ്യൂസ്, 10, 5, 6 വ്യൂസ് ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ 1K വ്യൂസ് എന്ന് പറയുമ്പോൾ ഒരു സ്വപ്നമാണ്. അപ്പോൾ അത് ഇത്ര വ്യൂസ് കിട്ടിയപ്പോൾ എൻ്റെ പോയിന്റ് എനിക്ക് എന്തായാലും എനിക്കിനി രണ്ടാമത്തെ എപ്പിസോഡ് അല്ല, 6 അല്ല 4 വന്നത്. അപ്പോൾ 5, 6, 7 എന്തായാലും കാണേണ്ടി വരും. അപ്പൊ ഇപ്പൊ 4 എപ്പിസോഡ് വന്നിട്ടുണ്ട്. അതിന്റെ റിവ്യൂ എന്തായാലും ഇടേണ്ടി വരും. കാരണം എനിക്കും ഇനിയും വ്യൂസ് വേണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. ബട്ട് അത് മാത്രമല്ല കേട്ടോ, ഇങ്ങനെ ഇതേപോലെ കുറെ വ്യൂസ് കിട്ടിയ വേറൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഇറക്കിയപ്പോൾ അതുപോലെ അത്രയും വ്യൂസ് വന്നില്ല. സോ ഈ ഒരു കാര്യത്തിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല ഇങ്ങനെ വീണ്ടും വ്യൂസ് കിട്ടും എന്നുള്ളത്. ബട്ട് ഡെഫിനറ്റ്ലി ആൾക്കാർക്ക് ഈ വീഡിയോ എത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ നല്ല സന്തോഷമുണ്ട്. അവർ കാണുന്നുണ്ട് എന്ന കാര്യത്തിൽ കൂടുതൽ സന്തോഷമുണ്ട്. സോ കസിൻസ് ആൻഡ് കല്യാണംസ് 4 വീഡിയോയും കൂടി 4 എപ്പിസോഡും കൂടി വന്നിട്ടുണ്ട്. ഇതൊരു 60 എപ്പിസോഡ് ടോട്ടൽ വരും എന്നാണ് ഞാൻ ഗൂഗിളിൽ അടിച്ചപ്പോൾ അറിഞ്ഞത്. സോ 4 എപ്പിസോഡ് ആസ് യൂഷ്വൽ. ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സീരിയൽ പോലെ തോന്നുന്ന സംഭവമാണ്. കുറച്ച് കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിനിങ്ങനെ വലിച്ചു നീട്ടി റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടുന്ന ഒരു സംഭവം ഇവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതിലും നല്ല വിസിബിൾ ആണ്. 4 എപ്പിസോഡ് ഉള്ളെങ്കിലും അതിൽ ഇത്രയും കഥയുള്ളെങ്കിൽ അവർ ഇത്രയെങ്കിലും അവർ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഒരു ചെറിയ ലാഗ് തോന്നുന്നത്, പിന്നെ ഈ പാട്ടും ഇതൊക്കെ വെച്ച് എന്ന് പറഞ്ഞിങ്ങനെ കൊണ്ടു നടക്കുന്നതൊക്കെ, പിന്നെ കുറച്ച് ക്രിഞ്ച് പരിപാടിയും കുറച്ച് കോമഡി കുറെ നോക്കുന്നുണ്ട്, പക്ഷെ അത്ര എത്തുന്നില്ല. സോ ഡെഫിനറ്റ്ലി ഇതൊരു 1 ടൈം വാച്ചബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒട്ടും ഭയങ്കര ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാൻ പറ്റിയൊരു സാധനമൊക്കെ അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട കുറച്ച് കാര്യം എന്ന് പറയുമ്പോൾ ആ ഒരു മെയിൻ നടൻ, അവൻ്റെ പെർഫോമൻസ് എനിക്ക് ഫസ്റ്റ് എപ്പിസോഡുകളിൽ എനിക്ക് അത്ര വലിയ സംഭവമായിട്ട് തോന്നിയില്ല. ബട്ട് അവൻ കുഴപ്പമില്ല കേട്ടോ. ലൈക്ക് അവൻ്റെ ഒരു യങ് പോർഷൻസ് കാണിക്കുമ്പോൾ അവൻ വിചാരിച്ചതിനെ കണ്ട് കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ലൈക്ക് എനിക്ക് മനസ്സിലായില്ല ആ ചെക്കൻ തന്നെയാണെന്നുള്ളത് ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് വന്നപ്പോൾ. പിന്നെ ആ ഒരു സംഭവം, പിന്നെ ഈ കസിൻസ് തമ്മിലുള്ള ഈ കാര്യം, ലൈക്ക് അവർ തമ്മിൽ റിലേഷൻ ആക്ച്വലി ഇല്ല. ലൈക്ക് ഇൻ ദ സ്റ്റോറിയിലും അവർ തമ്മിൽ ലൈക്ക് രക്തബന്ധം അങ്ങനെയൊന്നുമില്ല. നോട്ട് ലൈക്ക് റിയൽ കസിൻസ്. അപ്പം ആ ഒരു വിയർഡ്നെസ് അധികം ഇല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ആ ഒരു വിയർഡ്നെസ് 4 എപ്പിസോഡിലും ആ ഒരു വിയർഡ്നെസ് ഇല്ല. അങ്ങനെ ഒരു ബന്ധം അത് അത്രയും തോന്നുന്നില്ല ഈ സ്റ്റോറിയിൽ. അതൊരു അങ്ങനെ അവർ നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അത് ഷോ അല്ലാത്ത രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ക്രിഞ്ച് പരിപാടിയും, പിന്നെ അതൊക്കെ തന്നെയാണ് ഇത് യൂഷ്വൽ സാധനം. പിന്നെ ഈ ഹുക്ക് പരിപാടി ഈ 4 എപ്പിസോഡുകളിൽ ഇല്ല. ആക്ച്വലി അവർ ആദ്യത്തെ 4 എപ്പിസോഡിലേ അവരത് ചെയ്തിട്ടുള്ളൂ. ഈ 4 എപ്പിസോഡുകളിൽ ആ ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ ഒരു ഹുക്ക് ഉണ്ടാവില്ല അടുത്തത് കാണണം എന്നുള്ളത്, അതില്ല ആക്ച്വലി. അപ്പൊ അതൊരു വലിയൊരു ലൈക്ക് എന്താണ് അതില്ലാത്തത്, ലൈക്ക് നിങ്ങൾക്ക് അടുത്ത് കാണിക്കണ്ടേ. ലൈക്ക് ആ ഒരു 4 എപ്പിസോഡിൽ മാത്രമുള്ള ആ ഒരു എഫേർട്ട് പിന്നെയുള്ള എപ്പിസോഡുകളിൽ വരുന്നില്ല. അപ്പൊ ഇനിയും വരുന്ന എപ്പിസോഡുകളിൽ അത്രയും എഫേർട്ട് ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ ഒരു എഫേർട്ട് എന്തായാലും തീരും, ഇത് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു എഫേർട്ട്. സോ ആസ് യൂഷ്വൽ സംഭവം ഒരു സീരിയൽ ടൈപ്പ് ഓഫ് ഓഡിയൻസിന് ഇത് ഇഷ്ടപ്പെടും. ബട്ട് ആസ് യൂഷ്വൽ ആയിട്ടുള്ള നമ്മൾ സാധാ എന്നല്ല, നമ്മൾ വെബ് സീരീസ് ഒക്കെ കണ്ടുവന്ന ഓഡിയൻസ് ആണെങ്കിൽ ഇത് കുറച്ച് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കണ്ടന്റ് വളരെ കുറച്ചുള്ളൂ. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റബ്ബർ ബാൻഡ് വെച്ച് പോലെ വലിച്ചിങ്ങനെ നീട്ടുന്ന പരിപാടി, ആ പരിപാടി ഇതിൽ കൂടുതലുള്ളത് കാരണം ഒരു ചെറിയൊരു ശോകപ്പാടുണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഒരു കസിൻസിൻ്റെ ഒപ്പമുള്ള ഒരു ടൈം സ്പെൻഡ്, ആ പരിപാടിയൊക്കെ ശരിക്കും അതൊക്കെ വളരെ നൊസ്റ്റാൾജിക് ആ പരിപാടി തോന്നുന്ന ഒരു സംഭവമാണ്. എനിക്കും കുറച്ച് നൊസ്റ്റാൾജിയൊക്കെ തോന്നി. പിന്നെ ഇതിൽ ഒരു കഥാപാത്രം എടുത്തൊരു നിലപാട്, ഒരു ക്യാരക്ടറിന് ഒരു സംഭവം ചെയ്യുമ്പോൾ അതിന് പുള്ളിക്കാരി എടുത്ത നിലപാട് നന്നായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈക്ക് സാധാരണ ശോകം ഒരു ഓക്കെ നീ ഇന്നങ്ങനെ ചെയ്തു അങ്ങനെയൊന്നുമല്ല. ലൈക്ക് ശരിക്കും റിയലിസ്റ്റിക്കലി അത് എങ്ങനെയാണ് ഒരാൾ പ്രതികരിക്കുന്നത് അതുപോലെ തന്നെയാണ് കാണിച്ചത്. ആ ഒരു സംഭവത്തിൽ എനിക്ക് ഐ റിയലി അഡ്മയർ.
ആ ഒരു ക്യാരക്ടറാണ്. സോ അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇനിയും 4 എപ്പിസോഡ് അടുത്ത ആഴ്ച വരും. അത് ഈ വീഡിയോന്റെ ഒരു റിസൾട്ട് പോലെ ഇരിക്കും. സോ യാ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.